ഇന്ന് ശ്രീ മഹാദേവി ഭാഗവതത്തിലെ ഗൗരീദേവിയുടെ ഉത്ഭവമാണ് പറയുന്നത്. ഇത് ഞാൻ പറയാന്നല്ലാണ്ട് ആരും കേൾക്കണില്ല. ഒന്നെല്ലാവരും കേൾക്കണം കേട്ടോ. നല്ല കഥകളാണ്. നമ്മളെ ഹിന്ദു പുരാണങ്ങളിലെ കഥകളല്ലേ, എല്ലാം അറിയേണ്ടതാണ് നമ്മളൊക്കെ. അപ്പം എന്താ, ഗൗരീദേവിയുടെ ഉത്ഭവമാണ് പറയുന്നത്. എന്താണ്, ജനമേജയ മഹാരാജാവ് വ്യാസമഹർഷിയോട് എന്ത് ചോദിക്കും? പരാശക്തിയെ ദേവി എങ്ങനെ ശിവപത്നിയായ ഗൗരീദേവിയായി തീർന്നു എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ് ആര്? വ്യാസമഹർഷി. വ്യാസമഹർഷി പറയുന്നത് അതൊരു വലിയ നീണ്ട കഥയാണെങ്കിലും ഞാൻ പറയാം, കേട്ടുകൊള്ളുക എന്ന് പറയുന്നു. ആരോട്? ജനമേജയ മഹാരാജാവിനോട്. എന്താണ്, ഗൗരിയായതും ഉമയായതും രമയായതും ലക്ഷ്മിയായതും സരസ്വതിയായതും ഗംഗയായതും എല്ലാം ആരാണ്? ഒരേ ഒരു ദേവി തന്നെയാണ്. പരബ്രഹ്മം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്ന ത്രിമൂർത്തികളായി പിരിഞ്ഞതുപോലെ എന്താണ്, പരാശക്തിയും വിവിധങ്ങളായ ഫലദേവീ രൂപങ്ങൾ കൈക്കൊള്ളുന്നു. എല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെ പറയുന്ന എന്താ, പണ്ട് ഹലാഹലന്മാരെന്ന് പേരോട് കൂടിയ ഒരു സംഘം അസുരന്മാരെന്ത് കാലഗതി അനുസരിച്ച് അവിടെ ജനിക്കും, ഭൂമിയിൽ ജനിക്കും. അങ്ങനെ അവർ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ എന്താക്കും, ബ്രഹ്മദേവനെ തപസ് ചെയ്തിട്ട് പല വരങ്ങളും സമ്പാദിക്കും. അതുകൊണ്ട് ഒരു ഭയങ്കര അഹങ്കാരികളും അമിത ബലവാന്മാരൊക്കെ ആയിട്ട് ഭവിക്കും. അങ്ങനെ എന്താക്കും അവർ, വരൊക്കെ കിട്ടിയപ്പോൾ 3 ലോകവും അവരങ്ങനെ കീഴടക്കും. അപ്പം എന്താ, അവരോട് എതിരിടാൻ ഈ 3 ത്രിലോകങ്ങളിലും ആരുമില്ല എന്നാവും. അത്രയും മാരക വിഷമുള്ള ഏറ്റുങ്ങളായിരിക്കും. പിന്നെന്താ, മനുഷ്യദ്രോഹികളും ആയിരിക്കും. അപ്പം ത്രിലോകമൊക്കെ കീഴടക്കിയതിന് ശേഷം അവരെന്താക്കൂ, പരമശിവൻ്റെ ആവാസശൈലമായ കൈലാസത്തിനെയും വിഷ്ണുവിൻ്റെ ആവാസം പുരിയായ വൈകുണ്ഠത്തെയും ഒരുമിച്ചിട്ട് ആക്രമിക്കും. എന്താണ്, അപ്പോൾ ഇതിന് ഒരു കാരണമുണ്ട്. എന്ത്, തപസ് ചെയ്തപ്പം ബ്രഹ്മാവിൽ നിന്ന് സമ്പാദിച്ച വരങ്ങളിൽ എന്താണെന്ന്, 30 തങ്ങളെ വധിക്കാൻ ആരും ഉണ്ടാവരുത്. പിന്നെന്താണ്, ആത്മഹത്യ മൂലവും ഞങ്ങൾക്ക് മരണം പാടില്ല. അഥവാ മരണം കൂടിയേ കഴിയുമെങ്കിൽ എന്താണ്, മഹാദേവനും നാരായണനും ഒരുമിച്ചിട്ട് ഞങ്ങളെ വധിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്ന. അപ്പോൾ ആ വരശക്തി അനുസരിച്ചിട്ട് അങ്ങനെ ത്രിലോക ജേതാക്കളായിട്ട് അഹങ്കരിച്ചു കൊണ്ട് നടക്കേനി. അപ്പോൾ അവർക്ക് തോന്നി, എന്ത്, ഇനി മരണത്തിനൊക്കെ സമയമായി, വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം എന്താണ്, ഭഗവാന്മാരെ കൈകൊണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മുക്തി ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചിന്തയോടെയാണ് എന്ത്, രണ്ടാളും കൂടി എന്താ വൈകുണ്ഠവും കൈലാസവും ഒരേ സമയം ആക്രമിച്ചത്. അങ്ങനെ ഭഗവാന്മാരും ആര്, നാരായണനും മഹാദേവനും ഈ ഹലാഹലന്മാരും തമ്മിൽ ഭയങ്കരമായ അതിഭയങ്കരമായ യുദ്ധം നടക്കും. അവസാനം ഈ അസുരന്മാരെ ആഗ്രഹാനുസരണം തന്നെ അവർ വധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇവരെ വധിച്ചതിന് ശേഷം ശങ്കരനാരായണന്മാരെന്താക്കൂ, 2 പേരും കൂടി നേരെ വൈകുണ്ഠത്തിലേക്ക് വരും. അപ്പോൾ അവിടെ ആരെയാ ഉള്ളത്? അവരെ പത്നിമാരായ ലക്ഷ്മിയും ഗൗരിയും ഉണ്ടായിരുന്നു, പാർവതി ദേവിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഹാലാഹലന്മാരായി നടന്ന ഗംഭീര പോരാട്ടത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനിടയിൽ ഒരുന്താ സ്വയം പകർത്തു. എന്താണ്, തങ്ങളെ സാമർത്ഥ്യത്തിനെ കുറിച്ചൊക്കെ ഹരിഹരന്മാർ സ്വയം കുറേ പുകഴ്ത്തു. അത് കേട്ടപ്പോൾ എന്താണ്, ഈ ശക്തിസ്വരൂപിണികളായ ദേവികൾ എന്താണ്, സ്നേഹപരിഹാസഭാവത്തിൽ പരസ്പരം നോക്കിയൊന്നുമല്ലേ പുഞ്ചിരിക്കും. അതാർക്കും ഇഷ്ടാവില്ല, ഹരിഹരന്മാർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ഓരെന്താക്കും, ഭയങ്കര ദേഷ്യം വരും രണ്ടാൾക്കും. ഞങ്ങൾ ചിരിച്ചിട്ട് കണ്ടപ്പോൾ എന്താണ്, ഓരെ പരിഹസിക്കാണെന്ന് തോന്നുക. അപ്പം എന്താണ്, ഭയങ്കരമായിട്ട് നന്നായിട്ട് ഭാര്യമാരെ രണ്ടാളും ശകാരിക്കും. അപ്പം അത് കേട്ടപ്പോൾ ആർക്ക്, ദേവിമാർക്കും ഒട്ടും സുഖിക്കില്ല. എന്താണ്, ഓരെന്താക്കും, 2 ദേവിമാരും ഒന്നും ഉണ്ടാതെ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് തിരോധാനം ചെയ്താളും. അപ്പം എന്താ, ശങ്കരനാരായണ മൂർത്തികളെ വിട്ടുപിരിഞ്ഞപ്പോൾ എന്താണ്, പരാശക്തി സ്വരൂപിണികളായ ദേവികൾ ശങ്കരനാരായണ മൂർത്തികളെ വിട്ടുപിരിഞ്ഞപ്പോൾ അവർ വലിയ ശക്തിഹീനരായിട്ട് ഭവിക്കും. സൃഷ്ടിക്കൊപ്പം ഭരിക്കാനുള്ള ശക്തി വിഷ്ണുവിനും സംഹരിക്കാനുള്ള ശക്തി ശിവനും ഇല്ലാതാവും. അപ്പോൾ ഇതൊക്കെ ആരറിയുന്നുണ്ട്? ധ്യാനത്തെ കൂടി ഇരുന്നിട്ട് ബ്രഹ്മദേവൻ അറിയുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മദേവൻ എന്താണ്, ഇപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അപ്പം ബ്രഹ്മദേവൻ എന്താക്കും, സനകാദി മുനികളെ വിളിച്ചു വരുത്തും. എന്നിട്ട് പറയുന്നത്, പ്രിയനന്ദനന്മാരെ, ലക്ഷ്മി മഹേശ്വരികൾ ഹരിഹരന്മാരെ വിട്ടുമറിഞ്ഞിരിക്കുന്നു. ലോകരക്ഷയ്ക്കും
പ്രകൃതിയുടെ നിലനിൽപ്പിനും അവരുടെ സാന്നിധ്യം കൂടിയേ കഴിയൂ. അവരുണ്ടെങ്കിലേ ഇവർക്ക് ഈ സൃഷ്ടിയും സംഹാരമൊക്കെ നടത്താൻ കഴിയൂ. അതിനാൽ നിങ്ങൾ തപസ് ചെയ്തിട്ട് ദേവീനെ പ്രീതിപ്പെടുത്തിയിട്ട് ഹരിഹരന്മാരുമായിട്ട് പിന്നെയും പുനഃസമാഗമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന. അങ്ങനെ നാൻമുഖൻ്റെ ബ്രഹ്മദേവൻ്റെ നിർദ്ദേശപ്രകാരം എന്താക്കൂ, അവരപ്പം തന്നെ സനകാദി മുനികൾ അപ്പം തന്നെ, സനകാദി മഹർഷികൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ, ഇവരാണ് സനകാദി 4 മഹർഷികൾ. അവരപ്പം തന്നെ തപസ്സിനായിട്ട് പുറപ്പെടും. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ആരടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു? ബ്രഹ്മപുത്രനായ ദക്ഷ എന്തായിന് ബ്രഹ്മദേവൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പം പിതാവിൻ്റെ വാക്കൊക്കെ ശ്രവിച്ച് നിൽക്കുമ്പോൾ ദക്ഷൻ എന്ത് തോന്നും? ദേവി എൻ്റെ പുത്രിയായിട്ട് പിറക്കണേന്ന് വിചാരിക്കൂ. അപ്പം തന്നെ എന്തൊക്കെ, ഈ ദക്ഷന് കുറേ അനവധി മക്കളും ഒക്കെ ഉണ്ട്, അവരെ മക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ ദേവി സ്വന്തം പുത്രിയെ ജനിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അത്ര അനുഗ്രഹം വേറെ ഒന്നുമില്ലല്ലോ. അപ്പം എന്താക്കും, വേഗം ആരെയും അറിയിക്കാതെ തന്നെ ഹിമവൽ പാർശ്വത്തിൽ പോയിട്ട് തപസ് ആരംഭിക്കും. അങ്ങനെ ഈ സനകാദി മഹർഷികൾ അമ്മേനെ നന്നായിട്ട് തപസ് ചെയ്യുന്ന ഒടുവിൽ ദേവി എന്താകും? 4 തൃക്കൈകളോടും 3 നേത്രങ്ങളോടും കൂടി ഒരു അത്ഭുത ജ്യോതിർമയ രൂപിണിയായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവരോട് എന്തരുളി ചെയ്യും? മഹാമുനികളെ, എന്താ പറയുന്നത്? നിങ്ങളുടെ തപസ്സിൻ്റെ ഉദ്ദേശമൊക്കെ ഞാൻ അറിയുന്നുണ്ട് അല്ലേ. ഞാൻ ഉടൻ തന്നെ ഹരിഹരന്മാരുടെ സന്നിധിയിലേക്ക് പോകുന്നുണ്ട്. പ്രകൃതിയുടെ ആവശ്യാർത്ഥമാണ് ഞാൻ വേർപെട്ടത്. ആ പ്രകൃതി ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ ത്രിമൂർത്തികളിൽ അഭിന്നമായി വർത്തിക്കുന്ന പ്രകൃതി മായയാണ്. ഹരിഹരന്മാരെ ഞാൻ വിട്ടുപിരിഞ്ഞത് പരിഭവം കൊണ്ടല്ല. ത്രിമൂർത്തികളെ കൂടാതെ എനിക്കും എന്നെ കൂടാതെ ത്രിമൂർത്തികൾക്കും ഈ പ്രപഞ്ചത്തെ നയിക്കാൻ സാധ്യമല്ല നമ്മ പറഞ്ഞു കൊടുക്കുക. കാരണം എന്താ? ഇതൊരു മായാപ്രപഞ്ചമാണ്. ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച ഭഗവാന്മാർക്ക് അത് ഗ്രഹിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്താ, ഇപ്പം വേറെ ഒന്നും കൂടി അമ്മ പറയുന്നത്, ദക്ഷപ്രജാപതി ഞാൻ പുത്രിയായി തീരുവാൻ വേണ്ടി തപസ്സനുഷ്ഠിക്കുകയാണ്. ക്ഷീരസാഗരവും ഞാൻ സ്വതയായി പിറക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് കഴിയുന്നു. അപ്പം എന്താ, പാലാഴി മങ്കയായും ദക്ഷനന്ദിനിയായും ഞാൻ പിറക്കും. അവർക്ക് വേണ്ടിയല്ല, ആർക്കാ? ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പിറക്കുമെന്ന് പറയുന്ന. ഇത്രയും അരുളി ചെയ്തിട്ട് അമ്മ എവിടെ? അമ്മ ദ്യോവിൽ എന്താ വെച്ചാൽ ആകാശത്ത് അന്തർദാനം ചെയ്യും. അനന്തരം അമ്മ എവിടെ പോകും? ദക്ഷൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് എന്ത് പറയും? ദക്ഷപ്രജാപതിയെ, അങ്ങയുടെ ആഗ്രഹം അചിരേണ സാധിക്കുമെന്ന് പറയുന്ന. പെട്ടെന്ന് തന്നെ സാധിക്കും. എന്നാൽ ബ്രഹ്മപുത്രനും പ്രജാപതിയുമാണെന്നുള്ള അഹങ്കാരം കൊണ്ട് ആരെയും അങ്ങ് നിന്ദിക്കരുതേ. നിന്ദിച്ചാൽ എന്താ ഫലം? അത് അങ്ങയ്ക്കും അങ്ങയുടെ വംശത്തിനു ആപത്തായിട്ട് പരിണമിക്കുമെന്ന് പറയുന്ന. അങ്ങനെ എന്താ, കാലവിളംബമന്യേ ദുർവാസാ മഹർഷിയുടെ ശാപവിമോചനാർത്ഥം അമൃതിന് വേണ്ടിയിട്ടാര് ദേവാസുരന്മാർ യോജിച്ചിട്ട് പാലാഴി കടയും. ആ അവസരത്തിൽ എന്താ, വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം മഹാലക്ഷ്മി ക്ഷീരസാഗരത്തിൽ മറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. പിന്നീട് അതിൽ നിന്നും കമലയായി ക്ഷീരസാഗരകന്യയായി അവതരിക്കുകയും ചെയ്തു. എന്താണ് മത്തായം? ഇത് ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞതിലുണ്ട്. എന്ത് കഥയിൽ? മത്തായ മന്ദരപർവ്വത ആഴിയിൽ താഴ്ന്നപ്പോൾ അതെന്താണ്, അത് ഉയർത്തുവാനായി വിഷ്ണു ആദികൂർമ്മമായി അവതരിച്ചു. ആഴിയിൽ മറിഞ്ഞിരുന്ന ലക്ഷ്മി ദേവിയുടെ ശക്തിയോടുകൂടിയാണ് എന്ത്, ലക്ഷ്മി നാരായണനായിട്ടാണ് മന്ദരഗിരിയെ വിഷ്ണു ഭഗവാൻ ഉയർത്തിയത്. അങ്ങനെ മായാമാധവന്മാർ അഭിന്നമായ നിലയിൽ വർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമായിരുന്നു അത്. നിന്ദാ ദേവി ദക്ഷപുത്രിയായി ജനിക്കുന്നതാണ് അടുത്ത് പറയുന്നത്. എന്നെ കുറേ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദില്ല് പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും അറിയാതെ തെറ്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ പറയുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ എന്താണ്, ഇതെല്ലാവരും ഒന്ന് കേൾക്കണേ.